വിശ്വാസത്തിൻ്റെ പ്രിസത്തിലൂടെ എല്ലാം നോക്കിക്കാണുന്ന ഒരു രാജ്യത്ത് ഒരു ഇന്ത്യൻ ഇതിഹാസത്തിന് ജീവൻ പകർന്നു എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പറഞ്ഞു വന്നത് പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിലെ കറാച്ചിയിൽ നമ്മുടെ ഇതിഹാസത്തിലെ ഒരു എന്താ പറയുന്നത് ഉയർന്നു നിൽക്കുന്ന രാമായണം ഒരു നാടക രൂപത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ അവതരിപ്പിക്കുന്നു. വലിയ തോതിൽ പാകിസ്ഥാൻ ജനത ആ നാടകത്തെ ഹൃദയത്തിലേറ്റി. മാഷ് ശ്രദ്ധിച്ചിരുന്നത്? തീർച്ചയായിട്ടും അതൊരു വലിയ വാർത്തയാണ്. ഈ നമ്മുടെ പുതിയ കാലത്തിൻ്റെ ദുരന്തങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ സാംസ്കാരിക വിപ്ലവം പോലെ നടന്നൊരു നാടകമാണ്. തീർച്ചയായിട്ടും രാമായണം അത് കാലാതിവർത്തിയായ ഒരു ഇതിഹാസമാണ്. ലോകത്തിൻ്റെ എല്ലാ തെരുവുകളിൽ നിന്നും അത് ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട്. രാമായണത്തിന് ഒരുപാട് പതിപ്പുകളുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഇന്ത്യൻ പതിപ്പുകൾ മാത്രമല്ല, ഇന്തോനേഷ്യയിലും ലോകത്തിലെല്ലാം പല രാജ്യങ്ങളിൽ നിന്നും രാമായണത്തിൻ്റെ വെർഷൻസ് വരുന്നുണ്ട്. രാമായണത്തിൻ്റെ വായനകൾ, രാമായണത്തിൻ്റെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ രാമായണം ഈ സമയത്ത് പാകിസ്ഥാനിൽ വന്നു. ഒരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. നമ്മൾ മലയാളികളായ ആളുകൾക്ക് ഏറെ കൗതുകം ഉണ്ടാക്കുന്ന സാധനം, നമ്മൾ രാമായണ മാസം ആചരിക്കാൻ കർക്കടകത്തിൻ്റെ ഒരുക്കങ്ങളുമായി ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഒരു വ്രതാനുഷ്ഠാനത്തിൻ്റെ സംശുദ്ധമായ മനസ്സോടെ രാമായണത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് അങ്ങ് ദൂരെ നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനിലെ കറാച്ചിയുടെ ഒരു പ്രത്യേകത, അത് സിന്ധിൻ്റെ തലസ്ഥാനമാണ്. പാകിസ്ഥാനിലെ സിന്ധ് എന്നും അറിയാലോ, സിന്ധു നാഗരികത എന്ന് പറയും പോലെ സിന്ധ് എന്നും ഇന്ത്യൻ സംസ്കാരവുമായി വളരെ അടുത്ത് നിന്നത്. അതുകൊണ്ട് കറാച്ചിയിൽ ഇപ്പോഴും ധാരാളം ഈ ഇന്ത്യൻ തെരുവുകളുണ്ട്, ധാരാളമായിട്ട്. പ്രത്യേകിച്ച് മലയാളി തെരുവുകൾ, കേരള തെരുവുകളുണ്ട്, മലബാർ സ്ട്രീറ്റുകളുണ്ട്. അപ്പോൾ കറാച്ചി യഥാർത്ഥത്തിൽ ഒരു കേരളീയമെന്നോ ഇന്ത്യൻ എന്നോ ഭാരതീയമെന്നോ പറയാവുന്ന ഒരു നഗരമാണ്. അതുമാത്രമല്ല, ഈ ചെറുപ്പത്തിൽ ഇതൊക്കെ കുട്ടിക്കാലത്ത് പല കാരണങ്ങളാൽ അങ്ങോട്ട് കുടിയേറിയവരാണ്. കറാച്ചിയിൽ ജീവിക്കുന്ന മിക്കവാറും കറാച്ചിയിലെ ഒരു വ്യാപാര നഗരമാണത്. കറാച്ചിയിലെ വ്യാപാരികൾ ഒട്ടുമിക്ക മഹാഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ്. വിഭജന കാലത്ത് പലർക്കും അവിടെ നിവൃത്തിയില്ലാതെ അവിടെ കൂടേണ്ടി വന്നു. ചിലർക്കൊക്കെ ഇങ്ങോട്ട് ഓടിപ്പോരേണ്ടി വന്നു. പിന്നീട് ആ പോകുന്നതിൻ്റെ പേരിൽ പൗരത്വ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരുപാട് പേര് ഇപ്പോഴും മലബാറിലൊക്കെ ഒരുപാട് പേര് പരദേശി സിനിമ കണ്ടിട്ട് കുഞ്ഞുമ്മന്റെ അത് ഈ പ്രശ്നമാണ്. അവിടെ കച്ചവടം, കുടുംബം ഇവിടെ. അവിടെ വിട്ടുപോകുന്ന അവർക്ക് ലൈഫില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ പെട്ടുപോയാൽ ഇവിടെ ജീവിക്കാൻ നിവൃത്തിയുമില്ല. അങ്ങനെ പെട്ടുപോയ ഒരുപാട് ആളുണ്ട്. അതാണ് ഈ പാകിസ്ഥാൻ പൗരത്വ പ്രശ്നമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ സമയത്താണ് കറാച്ചിയിലെ ഒരു ഗ്രൂപ്പ്, മൗജ് കളക്റ്റീവ് എന്നാണ് അതിൻ്റെ പേര്. മൗജ് കളക്റ്റീവ് അവരെന്നും ഈ കോണ്ടിനെന്റിന്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നവരാണ്. പാകിസ്ഥാന്റെ സംസ്കാരത്തെ എന്നല്ല, ഇന്ത്യയുടെ സംസ്കാരത്തെ എന്നല്ല, ബംഗ്ലാദേശിന്റെ സംസ്കാരത്തെ അല്ല. ഇത് മൂന്നും ചേർന്ന ഒരു ഇന്ത്യ വൻകരയുണ്ടല്ലോ, ഉപഭൂഖണ്ഡത്തിന്റെ സംസ്കാരമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുക. അത് തന്നെ ഒരു അന്തർദേശീയ സ്വഭാവം ഉണ്ടായിരുന്നു. അതിന് വലിയ മാനവികതയുണ്ട്. അവരാണ് നടത്തിയത്, ആ പരിപാടി നടത്തിയത്. ഈ കഴിഞ്ഞ ജൂലൈ 11-ാം തീയതി, കഴിഞ്ഞ 11-ാം തീയതി, അതാ ഞാൻ പറഞ്ഞത്. കർക്കിടക മാസത്തിന് തൊട്ട് മുമ്പ് അവർ രാമായണത്തെ വരവേൽക്കുകയാണ്. 1. 2, ഇത് പാകിസ്ഥാനിലാണ്. ഏത് കാലത്ത്? ഇന്ത്യയുടെ ഇതിഹാസത്തെ ഉയർത്തിപ്പിടിക്കുന്നത് ഏത് കാലത്ത്? പാകിസ്ഥാനിൽ. അതും പാകിസ്ഥാനിന്റെ ഭരണകൂടത്തിന് ഇതിനൊന്നും യാതൊരു താല്പര്യം ഉണ്ടാവില്ല. ഭരണകൂടം തീവ്രവാദികളെ പരിശീലനം കൊടുത്ത് പറഞ്ഞയച്ചിട്ട് ഇന്ത്യയിലെ നിരപരാധികളെ കൊന്നതിൻ്റെ തുടർച്ചയായിട്ട് ലോകം മുഴുവൻ പാകിസ്ഥാൻ ഭീകരവാദികളെ കുറിച്ച് ചർച്ച നടക്കുന്ന സമയം കൂടിയാണ്. നമ്മുടെ നിരപരാധിത്വവും നമ്മുടെ നിലപാടും, നമ്മുടെ കർക്കശമായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും വിശദീകരിക്കാൻ ഇന്ത്യൻ പ്രതിനിധികൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന സമയത്താണ് ഒരു സാംസ്കാരിക സംഘം ഈ ദൗത്യം നിർവഹിക്കുന്നത്. അവർ ഉയർത്തിപ്പിടിക്കുന്നത് അവരുടെ ഈ മൗജ് കളക്റ്റീവ് പറയുന്നത് മൂല്യങ്ങളൊന്നും പ്രാദേശികമല്ല, മൂല്യങ്ങളൊന്നും ദേശീയമല്ല, അത് പ്രാപഞ്ചികമാണ്, യൂണിവേഴ്സൽ വാല്യൂസ് ആണ്. രാമായണം ലോകത്തിൽ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തിനെങ്ങും ബാധകമായ, മുഴുവൻ ലോകത്തിനും ബാധകമായ മാനവിക മൂല്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ സംഘർഷത്തിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയം എന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കുക. കൃത്യമായിട്ട് അത് അവതരിപ്പിച്ചു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അത് ഈ സമയത്ത് നടക്കുന്നു എന്നത് ഇന്ത്യയുടെ ഇതിഹാസത്തെ ഞങ്ങൾ കൂടി നെഞ്ചേറ്റുന്നു എന്ന് തോന്നുമ്പോൾ, ഭരണകൂടങ്ങൾ എത്ര തന്നെ ഇന്ത്യാവിരുദ്ധമായി, പാകിസ്ഥാൻ ഭരണകൂടം എത്ര തന്നെ ഇന്ത്യാവിരുദ്ധമായി ചിന്തിച്ചാലും പാകിസ്ഥാൻ ജനത ഇന്ത്യൻ ജനതയുടെ സംസ്കാരത്തെ നെഞ്ചേറ്റുന്നു എന്നാണ് അതിനർത്ഥം. മനുഷ്യൻ ഒന്നാണ്.
പ്രാപഞ്ചികമായ മൂല്യങ്ങളാണ് രാമായണത്തിന്റെ മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ അതുണ്ട്. രണ്ട്, ഇതിനകത്തെ ഈ ആളുകൾ എല്ലാവരും പാകിസ്ഥാനികൾ, ഒരാൾ പോലും പുറത്തു നിന്ന് വന്നിട്ടില്ല, ഒരാൾ പോലും ഇന്ത്യക്കാരനല്ല. രാമായണം നാടകം ഇന്ത്യയുടേതാണ്, രാമായണം മഹാകാവ്യം ഇന്ത്യയുടേതാണ്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് വെർഷൻ ഉണ്ട്. ആദികവിയുടേതാണ് ആദ്യത്തേത്. പിന്നീട് ഒരുപാട് സൗത്ത് ഇന്ത്യയിൽ കമ്പരാമായണം ഉണ്ട്, അതിനിടയിൽ അധ്യാത്മരാമായണം ഉണ്ട്. ആ അധ്യാത്മരാമായണത്തെയാണ് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളീകരിച്ചത്, വാൽമീകി രാമായണത്തെ അല്ല. വാൽമീകി രാമായണത്തിന് വള്ളത്തോളിന്റെ വിവർത്തനമുണ്ട്. അപ്പൊ ഞാൻ പറയും, ഇങ്ങനെ ഒരു കാലത്താണ് ഒരു പാകിസ്ഥാൻ വെർഷൻ. ആ പാകിസ്ഥാൻ വെർഷന്റെ പ്രത്യേകത 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഭാഷയെ, ദേവനാഗരി ലിപിയിലുള്ള സംസ്കൃത ഭാഷയെ അതിമനോഹരമായ ജനകീയമായ ഉറുദുവിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ ഇവർ പറയുന്ന പല വാക്കുകളും അതിനകത്ത് ചില ഉദാഹരണങ്ങളൊക്കെ, അപ്പോൾ അങ്ങനെ ഉറുദുവിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് ആളുകൾ ആവേശപൂർവ്വം ആസ്വദിക്കുന്നു. ഇവരുടെ ടിക്കറ്റ് 1000 ടിക്കറ്റ് കരുതി വെച്ചുള്ളൂ. ആലോചിച്ച് നോക്കണം, ഒരു നാടകം കാണാൻ 1000 പേര് എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല, കേരളത്തിൽ പോലും ആലോചിക്കാൻ പറ്റില്ല. തുഞ്ചൻ പറമ്പിലൊക്കെ പലയിടത്തും നടക്കുന്ന നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നാടകങ്ങൾക്കും നമ്മുടെ കഥകളിക്കൊക്കെ എത്ര കാണികളുണ്ട്. ഇവർക്ക് 1000 ടിക്കറ്റ് പെട്ടെന്ന് വിറ്റുപോയി. ബാബാലവൃദ്ധൻ ജനങ്ങൾ, കൊച്ചുകുട്ടികൾ തൊട്ട് വൃദ്ധന്മാർ വരെ, നാനാജാതി മനുഷ്യർ. അതാണ് നാനാജാതിയിൽ. പാകിസ്ഥാനാണ് ഭൂരിപക്ഷവും മുസ്ലിങ്ങളാവാം, പക്ഷെ വന്ന എല്ലാവരും, കേട്ടറിഞ്ഞ് എല്ലാവരും വന്ന ആ നാടകത്തെ വിജയിപ്പിച്ചു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഇതിനകത്തെ ഈ കഥാപാത്രങ്ങളൊക്കെ ആവർത്തിച്ച് അതിന്റെ ആസ്വാദ്യത പറയുന്നുണ്ട്. റാണ കാസ്മിയാണ് ഇതിൽ സീത ആയിട്ട് അഭിനയിച്ചത്. അവരുടെ അഭിനയത്തെ അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടും ആളുകൾ വളഞ്ഞു നിന്ന് അവരെ പോകാൻ അനുവദിക്കാതെ സീതാദേവിയെ ഒരുതരം അനുഗ്രഹത്തോടെ ഒരു ദേവിയായി തന്നെ ആളുകൾ കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അജ്മൽ അൽവാനി എന്ന നടനാണ് രാമനായിട്ട് അഭിനയിച്ച്. അജ്മൽ അൽവാനി, ഞാൻ പറയുന്നത് ഇതൊക്കെ മുസ്ലിം ക്യാരക്ടേഴ്സാണ്. അതുപോലെ ജിബ്രാൻ ഖാനാണ് ഹനുമാനായിട്ട് അഭിനയിച്ചത്. ഇങ്ങനെ മുഴുവനും പാകിസ്ഥാനികളായ, സിന്ധികളായ ഒരു കൂട്ടം കലാകാരന്മാരാണ് ഇത് ചെയ്തത്. ഇനി ഈ നാടകത്തിന്റെ ഒരു പ്രത്യേകത കൂടി കൂട്ടത്തിൽ പറയണം. ഈ നാടകത്തിന്റെ പ്രത്യേകത ഒന്ന്, ഇത് ഭാരതീയമായ മൂല്യങ്ങൾ, നമ്മൾ ഭാരതീയ മൂല്യങ്ങളെ നമ്മൾ പറയുന്ന വിശ്വഗുരു എന്നാണ്. ഇന്ത്യ വിശ്വഗുരുവാണെന്ന് പറയുന്നത് ഭാരതീയ മൂല്യങ്ങൾ സർവ്വകാലത്തേക്കും സർവ്വലോകത്തിനും സ്വീകാര്യമായതുകൊണ്ടാണ്. നമ്മൾ അത്തരം മൂല്യങ്ങളാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ചത്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു കൂട്ടം ഭീകരവാദി വന്ന് ഇവിടെ നിരപരാധികളെ കൊന്നാൽ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വെട്ടിപ്പുറപ്പെടും അല്ലേ? അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിക്കും, നമ്മുടെ തലസ്ഥാനത്തെയും അവരുടെ തലസ്ഥാനത്തെയും നമ്മൾ ആക്രമിക്കും, നിരപരാധികളെ കൊല്ലും. അതിന് പകരം ഇന്ത്യ ചെയ്തത് എന്താ? ഇന്ത്യ ചെയ്തത്, ആരാണോ ഭീകരവാദി അവന്റെ പാകിസ്ഥാനിലെ താവളം ഏതാണോ അത് കണ്ടുപിടിച്ച് 9 കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തു. അതെ, ആരാണോ കുറ്റവാളി അവനെയല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് യുദ്ധനീതിയിൽ പോലും നമ്മൾ നമ്മുടേതായ ഒരു മാതൃക ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ മൂല്യങ്ങൾ ലോകോത്തരമാണ് എന്ന് പറയുന്ന നമ്മുടെ വിശ്വഗുരു സങ്കല്പത്തെ കുറെ കൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് ഈ പാകിസ്ഥാനി നാടകം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ത്രേതായുഗത്തിലെ രാമായണമാണ് അവതരിപ്പിച്ചതെന്ന് ഓർക്കണം. ത്രേതായുഗത്തിലെ രാമായണത്തെ 21ാം നൂറ്റാണ്ടിന്റെ സാങ്കേതിക ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്തു. അതാണ് നേരത്തെ പറഞ്ഞത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രധാനപ്പെട്ട കാര്യം ആലോചിച്ച് നോക്കൂ. അവിടുന്ന് രാമൻ കാട്ടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ട്വീറ്റ് ചെയ്യാണ്. രാവണൻ ടെഡ് ഉപയോഗിക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ എങ്ങനെയാണ് നാടകത്തിൽ കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞാൽ, സാങ്കേതികമായി ഈ നാടകം അതിനൂതനമാണ്. എന്ന് പറഞ്ഞാൽ ത്രേതായുഗത്തിലെ നമ്മുടെ അഭിമാന ഇതിഹാസമായ രാമായണത്തെ ഏറ്റവും പുതിയ കാലത്തിന്റെ സാങ്കേതിക രീതിയിലേക്ക് പരിവർത്തനം ചെയ്തു എന്നതുകൂടിയാണ്. അതൊരു വലിയ കലാപ്രവർത്തനം കൂടിയാണ്, ചെറിയ കാര്യമല്ല. അതിന്റെ ക്രാഫ്റ്റ് അപാരമാണല്ലോ. ഏറ്റവും പുതിയ കാലത്തിന്റെ വികാര വിചാരങ്ങളെ, സാങ്കേതിക സാധ്യതകളെ രാമായണം പോലുള്ള ഒരു ഇതിഹാസ നാടകത്തിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പഹൽഗാം പോലെ ഒരു ആക്രമണം നടന്നതോടുകൂടി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇങ്ങനെ കഴിവില്ലാതെ നിൽക്കുകയാണ്. ഇന്ത്യക്ക് പാകിസ്ഥാനുള്ള ഒരു ദേഷ്യം, പാകിസ്ഥാൻ ഇന്ത്യക്കാരുള്ള ദേഷ്യം, അവരുടെ സൈനിക ക്യാമ്പ് ആക്രമിച്ചു. ഇതിനിടയിൽ ഇങ്ങനെ ഒരു നാടകത്തെക്കുറിച്ച് ഈ നാടക സമിതിക്ക് ആലോചിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അവരത് അനൗൺസ് ചെയ്തിട്ട് തുടക്കത്തിൽ തന്നെ 1000 ടിക്കറ്റ് വിറ്റ് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ, കല എന്ന് പറയുന്നത് ദേശാന്തരമാണ്, അല്ലെങ്കിൽ ആളുകളുടെ ശത്രുതാ മനോഭാവത്തിന് അപ്പുറമാണ് എന്നൊരു മെസ്സേജ്. തീർച്ചയായിട്ടും കലാകാരന് മാത്രം സാധ്യമായ ഒന്നാണത്. കലാകാരൻ രാജ്യങ്ങൾക്ക് അതീതമായി ചിന്തിക്കും. കലാകാരൻ്റെ മനസ്സിൽ ഒരു സമുദായം മാത്രമേ ഉണ്ടാവുള്ളൂ, മനുഷ്യൻ എന്ന സമുദായത്തിൻ്റെ പേരാണത്. അതുകൊണ്ട് തന്നെ അതിർത്തികളില്ലാത്ത മാനവികതയുടെ ഒരു വലിയ ആകാശം അവന് സ്വപ്നം കാണാൻ പറ്റും. ഏത് കലാപഭൂമിയിലും ഇരുന്നു കൊണ്ട് സമാധാനത്തെക്കുറിച്ച് എഴുതാൻ പറ്റും. ആലോചിച്ച് നോക്കൂ, ഈ സ്പാനിഷ് സിവിൽ വാർ റിപ്പോർട്ട് ചെയ്യാൻ സ്പാനിഷ് സിവിൽ വാറിൽ പൊരുതുന്ന ഒരു പട്ടാളക്കാരനായി നിന്നുകൊണ്ടാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ ഈ കണ്ട ഇതിഹാസങ്ങളൊക്കെ എഴുതുന്നത്. ആലോചിച്ച് നോക്കൂ, ഓൾഡ് മാൻ ആൻഡ് ദ സീ,
ഫോർ ഹൂം ദ ബെൽ ടോൾസ്, അത് കലാകാരൻ്റെ മാത്രം സിദ്ധിയാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ എത്ര തന്നെ യുദ്ധങ്ങൾ ഉണ്ടായാലും, എത്ര തന്നെ കെടുതികൾ ഉണ്ടായാലും, എത്ര തന്നെ രാഷ്ട്രങ്ങൾ തമ്മിൽ കുന്നുകൂട്ടിയാലും, ലോകത്തിലെല്ലായിടത്തുമുള്ള കലാകാരന്മാർ മനുഷ്യന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ ഏറ്റവും അത്ഭുതകരമായൊരു മന്ത്രമാണ് പാകിസ്ഥാനിൽ ഇന്നലെ കഴിഞ്ഞ ആഴ്ച അരങ്ങേറിയ രാമായണം. ആ കലാകാരന്മാരെ നമുക്ക് മനസ്സുകൊണ്ട്, പാകിസ്ഥാൻ ഭരണകൂടത്തെ മനസ്സുകൊണ്ട് അത്യഗാധമായ അമർഷത്തോട് അപലപിക്കുമ്പോഴും പാകിസ്ഥാനിലെ ഈ കലാകാരന്മാരെ നമ്മൾ മനസ്സറിഞ്ഞ് നമിക്കാതെ വയ്യ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.